ഇത് കുറച്ചും കൂടി ഒരു ഡോക്ട്രിനലായ ഒരു പഠനവും കൂടെ ആയിരിക്കും. വിവിധ ഇടങ്ങളിലായി ഞങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരും ഡോക്ട്രിനലായ ഈ മാറ്റേഴ്സിൽ കൂടെ പോകുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നമേ തന്നെ, അല്ല മോശയുടെ കാലം മുതൽ ഇസ്രയേലിന് ദൈവം കൊടുത്തിരുന്ന ചട്ടങ്ങളിൽ ഒന്നായിരുന്നു പെസഹയുടെ പെരുന്നാൾ. ദൈവം പണ്ട് വിവിധമായും ഭാഗമായും പ്രവാചകന്മാർ മുഖേന ഇടപെട്ട ശേഷം അന്ത്യകാലത്ത് പുത്രൻ മുഖേന പൂർണ്ണ വെളിപ്പാടിലേക്ക് കൊണ്ടുവന്ന ഒന്നാണ് കർത്താവിൻ്റെ തിരുമേശ. ആ തിരുമേശയുടെ ഒരുപാട് പുറകിലുള്ള ഒന്നായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പേ ക്രിസ്തുവിൻ്റെ മരണത്തെ ചിത്രീകരിക്കുന്ന പെസഹ കുഞ്ഞാടും പെസഹായുടെ ശുശ്രൂഷയും. അന്ന് ഇത് യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നെന്ന് അറിയാതെ വിവിധമായും ഭാഗമായും പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി, ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താലും കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനാലും നിങ്ങൾക്ക് വിടുതലുണ്ട് എന്ന് ഇസ്രയേലിന് പറഞ്ഞു കൊടുത്തു. നീണ്ട നൂറ്റാണ്ടുകൾ ആ ശുശ്രൂഷ അവർ തുടർന്നു വന്നു. അവരെങ്ങനെയാണ് ആ ശുശ്രൂഷ ചെയ്തത്? നമുക്ക് ലഭിക്കുന്ന അറിവിനൊത്തവണ്ണം ഇസ്രയേലിൻ്റെ പാരമ്പര്യങ്ങൾ തൽമൂദുകളിൽ നിന്ന് ശോധന ചെയ്തവർ പറഞ്ഞു കേട്ടിട്ടുള്ള ആശയപ്രകാരം ഇസ്രയേലുമായി ഇന്നും അടുത്ത ബന്ധമുള്ള ഇസ്രയേല്യരുമായി ഇന്നും അടുത്ത ബന്ധമുള്ള ആത്മീയരായ സഹോദരന്മാർ പറഞ്ഞു തന്നത് അനുസരിച്ച് പെസഹായുടെ കർമ്മം എങ്ങനെയായിരുന്നു? പെസഹായുടെ ദിവസം ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷിച്ച് മിച്ചം വരുമാറ് പെസഹയ്ക്കുള്ള അപ്പം അവരുണ്ടാക്കുമായിരുന്നു. ഭക്ഷിച്ചാൽ മിച്ചം വരിക എന്നത് ഇസ്രയേലിൻ്റെ ഒരു തത്വമായിരുന്നു. അത് സമൃദ്ധിയെ കുറിക്കുന്നതാണ്. ഒരപ്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടെ നന്നായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ എല്ലാവരും ഭക്ഷിച്ച് പൂർണ്ണമായി നിറഞ്ഞിട്ട് രണ്ടപ്പം മിച്ചമുണ്ടെന്ന് പറയുന്നതാണ് നല്ലത്. അത് സമൃദ്ധിയെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് പെസഹയുടെ ശുശ്രൂഷ സമൃദ്ധം ആയിരിക്കേണ്ടതിന് വീട്ടിലുള്ളവരുടെ അംഗത്വത്തിന് അധികം അപ്പം അന്നുണ്ടാക്കുമായിരുന്നു. അമ്മച്ചിക്കറിയാം, വീട്ടിലെ അമ്മച്ചിക്കറിയാം എത്ര അപ്പം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും നിറഞ്ഞു വരും, കുടുംബത്തിന് മൊത്തം. അതിനേക്കാൾ 4-5 അപ്പം എക്സ്ട്രാ ഉണ്ടാക്കും. ഇത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് അടുക്കി വെക്കും. അപ്പം അടുക്കി വെക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അപ്പം അടുക്കി വെക്കുമ്പോൾ ഓരോ അപ്പവും ചുട്ടെടുത്ത ഓരോ അപ്പവും ശോധന ചെയ്ത് അതിലെ ഊനമില്ലാത്ത അപ്പം അടുക്കിൻ്റെ ഏറ്റവും മുകളിലായി വെക്കും. എന്ന് പറഞ്ഞാൽ ഒരപ്പം ചുടുമ്പോൾ തിരിച്ചും മറിച്ചുമിട്ട് ചുടുകയാണെങ്കിൽ ഒരു സൈഡിൻ്റെ വേവ് കൂടിപ്പോയെന്നിരിക്കും, വേറൊന്നിൻ്റെ വേവ് കുറഞ്ഞു പോയെന്നിരിക്കും. ഒരെണ്ണം ഒരല്പം കരിഞ്ഞു പോയെന്നിരിക്കും, അതിന് നിറം ഒരല്പം വ്യത്യാസം വന്നെന്നിരിക്കും. അപ്പം പരത്തിയെടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഷേപ്പ് കറക്റ്റായെന്നിരിക്കും, വേറൊന്നിൻ്റെ ഷേപ്പ് ഒരല്പം തെറ്റിപ്പോയെന്നിരിക്കും. ഇങ്ങനെ നിറത്തിലും ഖനത്തിലും അതിൻ്റെ എല്ലാ രീതിയിലും ഏറ്റവും നല്ല അപ്പം ഒരെണ്ണം തിരഞ്ഞെടുത്ത് അടുക്കിൻ്റെ ഏറ്റവും മുകളിൽ ആ ഊനമില്ലാത്ത അപ്പം ആ വീട്ടമ്മ വെച്ചിരിക്കും. ബാക്കി അപ്പം എല്ലാം അതിൻ്റെ താഴെയായിരിക്കും. അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ച് വന്നിരിക്കും. ആ വീട്ടിലെ അടിമ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾ എഴുന്നേറ്റ് എല്ലാവരുടെയും കാലുകൾ കഴുകി ആ കാലുകൾ തുടയ്ക്കും. അടിമയില്ലാത്ത വീട്ടിലെ ഏറ്റവും താണ വ്യക്തി, ഏറ്റവും ജോലി ചെയ്യാൻ താണിറങ്ങേണ്ട വ്യക്തി എല്ലാവരുടെയും കാലുകൾ കഴുകി ആ കാലുകൾ തുടയ്ക്കും. അതിനുശേഷം വീട്ടു നായകൻ അപ്പം വാഴ്ത്തി വീഞ്ഞും വാഴ്ത്തി ഇരിക്കുന്നവർക്ക് പകുത്തു കൊടുക്കും. നമ്മുടെ പിതാക്കന്മാരെ വിടുവിക്കേണ്ടതിന് ദൈവം അവർക്ക് വേണ്ടി മിസ്രയീമിൽ വെച്ച് ഒരുക്കിയ വിടുതലിൻ്റെ ഓർമ്മയാണിത് എന്ന് പറഞ്ഞ് ഈ അപ്പം, പെസഹയുടെ അപ്പം അവർക്ക് പകുത്തു കൊടുക്കും. അങ്ങനെ പകുത്തു കൊടുക്കുവാൻ പിതാവ് എഴുന്നേൽക്കുമ്പോൾ ദേവാലയത്തിൽ വെച്ചാണെങ്കിൽ പുരോഹിതൻ ചെയ്യും, സിനഗോഗിൽ വെച്ചാണെങ്കിൽ അവിടെ നേതൃത്വം നോക്കുന്ന ആൾ ചെയ്യും, വീടുകളിൽ വെച്ച് ആ വീടുകളിലെ പ്രമാണികൾ ചെയ്യും. അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന ഊനമില്ലാത്ത അപ്പം എടുത്ത് ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. മശിഹയാണ് വിടുതലിൻ്റെ ആൾ, ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിലിരിക്കുന്ന അപ്പം എടുത്ത് മാറ്റിവെക്കും. ആ അപ്പം അവർ തിന്നത്തില്ല. രണ്ടാമതിരിക്കുന്ന അപ്പം മുതൽ അപ്പങ്ങൾ നുറുക്കി ശിഷ്യന്മാർക്ക് കൂടിയിരിക്കുന്നവർക്ക് കൊടുക്കും. ഇതായിരുന്നു പതിവ്. ഇതുപോലെ തന്നെ പാനപാത്രത്തിൽ നിന്നും ഒരല്പം വീഞ്ഞെടുത്ത് ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ബാക്കിയുള്ള വീഞ്ഞ് വാഴ്ത്തി കൂടിയിരിക്കുന്നവർക്ക് കൊടുക്കും. ഇതായിരുന്നു പഴയ നിയമത്തിൻ്റെ പതിവ്. യേശുവും പെസഹ കഴിക്കേണ്ടതിനാണ് വന്നത്. നിശ്ചയമായും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. യേശുവും പെസഹയ്ക്ക് വന്നു. ഏറ്റവും മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന
13 പേർക്ക് ഭക്ഷിച്ച് മിച്ചം വരേണ്ടതിന് അടുക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൽ നിന്ന് ഊനമില്ലാത്ത ആദ്യത്തെ അപ്പം ഇത് മശിഹയെ കുറിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു മാറ്റിവെച്ചു. അതുപോലെ തന്നെ വീഞ്ഞ് ഒരു കൊച്ചു പാത്രത്തിൽ അല്പമെടുത്ത് മാറ്റിവെച്ചു. ബാക്കിയുള്ള അപ്പം വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർക്ക് പെസഹ ഭക്ഷിപ്പാനായി അവസരം കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ അത്താഴം കഴിഞ്ഞ് യേശു പാനപാത്രവും കൊടുത്തു, അല്ലെങ്കിൽ വാഴ്ത്തിയ വീഞ്ഞും യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ കൂട്ടത്തിൽ യൂദായും അപ്പം വാങ്ങിത്തിന്നു. യൂദായിക്ക് അപ്പക്കഷ്ണം ചാറിൽ മുക്കി യേശുവിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അത് തിന്ന മാത്രയിൽ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു. മറക്കരുത്, യൂദായിക്കൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് യേശുവിനോടും ബന്ധമുണ്ട്, അദ്ദേഹത്തിന് മഹാപുരോഹിതന്മാരോടും ബന്ധമുണ്ട്. ഞാൻ യൂദായുടെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വരാം, ആ മനുഷ്യനെ ഒന്ന് വിശദീകരിക്കാം. യേശുവിൻ്റെ സമകാലികനായിരുന്ന ബറബാസ് എന്നൊരുത്തൻ യെരുശലേമിൽ ഉണ്ടായിരുന്നു. കുലയിലും കലഹത്തിലും കൂടെ ഒരു വിപ്ലവം സൃഷ്ടിച്ച് ആ വിപ്ലവത്തിലൂടെ ഇസ്രയേലിന് സ്വാതന്ത്ര്യം നേടുവാൻ, റോമൻ ഗവൺമെൻറ്റിനെ ഓടിക്കുവാൻ ശ്രമിച്ചവരുടെ നേതാവായിരുന്നു ഈ ബറബാസ്. ബറബാസിനെ അനുകൂലിക്കുന്നവരായിരുന്നു അന്നത്തെ മഹാപുരോഹിതന്മാർ. എങ്ങനെയും ഇസ്രയേലിന് വിജയം വേണം, റോമൻ ഗവൺമെൻറ്റിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ അവരുടെ ചിന്ത, അന്നത്തെ അവരുടെ താല്പര്യം. അങ്ങനെ റോമൻ ഗവൺമെൻറ്റിൻ്റെ അടിമത്വത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കേണ്ടതിന് വേണ്ടി ബറബാസിൻ്റെ നേതൃത്വത്തിൽ മഹാപുരോഹിതന്മാർ നേരിട്ട് നിൽക്കാതെ മാറി നിന്നിരുന്നു. ആ കൂട്ടത്തിൽ യൂദയും ഡയറക്റ്റ്ലി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ഒരു ദിവസം ബറബാസിനെ അറസ്റ്റ് ചെയ്തു. ബറബാസ് ജയിലിലായി. തൻ്റെ ഉദ്ദേശം സാധിച്ചില്ല എന്ന ദുഃഖത്തോടെ യൂദായും ഓടിമാറി. യൂദായും ഓടിമാറിയ സാഹചര്യത്തിൽ ആണ് യേശു രംഗപ്രവേശനം ചെയ്യുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷകൾ യൂദയെ നന്നായി സ്പർശിച്ചു. യേശുവിനെ കൊണ്ട് അത്ഭുതം നടക്കും. മീൻപിടുത്തക്കാർ മീൻപിടുത്തത്തിന് വലയിറക്കി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒന്നുകൂടെ വീശാൻ പറഞ്ഞ് വീശിയതോടെ വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. യേശുവിൻ്റെ കൈകൊണ്ട് നടക്കുന്ന അത്ഭുതങ്ങളും ജനം യേശുവിൻ്റെ പുറകെ പോകുന്നതും കണ്ടപ്പോൾ യൂദായിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ആളുകൾ അണിനിരക്കും. ദൈവികത്വത്തിൻ്റെ പേര് പറയുന്നതിൽ യൂദായിക്ക് വിരോധമില്ല, രാഷ്ട്രീയത്തിൻ്റെ പേര് പറയുന്നതിലും യൂദായിക്ക് വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒന്നാണ്, രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വേണം. നല്ല ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന തരത്തിൽപ്പെട്ടവനായിരുന്നു യൂദ. യൂദായിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. നിശ്ചയം, അല്ലെങ്കിൽ ഒരിക്കലും പണസഞ്ചി യൂദയെ ഏൽപ്പിക്കത്തില്ല. അക്കൗണ്ടിങ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നിശ്ചയമായും അദ്ദേഹം ആ കൂട്ടത്തിലെ കഠിനാധ്വാനിയായിരുന്നിരിക്കണം. ഇതെല്ലാം ഉണ്ടായിരിക്കെ യേശുവിനോട് കൂടെ നടക്കുകയും തൻ്റെ കഴിവുകൾ യേശുവിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഒരു കാര്യം മറക്കരുത്, മഹാപുരോഹിതന്മാർ യേശുവിനെ എതിർക്കുമ്പോഴും യേശു മഹാപുരോഹിതന്മാരോട് എതിർത്ത് നടക്കുമ്പോഴും യൂദായിക്ക് രണ്ടിടത്തും ബന്ധമുണ്ട്. ഇവൻ യേശുവിൻ്റെ പക്ഷവുമല്ല, ഇവൻ മഹാപുരോഹിതൻ്റെ പക്ഷവുമല്ല, ഇവൻ വേറൊരു കാര്യക്കാരനാ, ഇവൻ വേറൊരു ഉദ്ദേശക്കാരനാ. യൂദായുടെ ചിന്തയിലെ ഏറ്റവും വലിയ പരാജയം ഇവിടെയാണ്. ഇവൻ ആരുടെയും പക്ഷമല്ല, ഇവൻ മറ്റൊരു ചിന്തയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കി എടുക്കണം, അതായിരുന്നു യൂദായുടെ ചിന്ത. ഇതിനുവേണ്ടി ആദ്യം മഹാപുരോഹിതന്മാരോട് പറ്റി നിന്നു, പിന്നെ യേശുവിനോട് പറ്റിച്ചേർന്നു. രണ്ടുപേരോടും സ്നേഹത്തിൽ കഴിയുക. ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. യൂദ എവിടെങ്കിലും ഒരിടത്ത് നിന്നിരുന്നെങ്കിൽ ഒത്തിരിയും കൂടെ നന്നായി പ്രവർത്തിക്കായിരുന്നു. യേശു എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ യൂദ മഹാപുരോഹിതൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. മഹാപുരോഹിതൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോൾ യൂദ യേശുവിൻ്റെ കൂടെയാണ്. ഇവനെ അങ്ങും ഇഞ്ഞും കിട്ടാനില്ലാതെ, എന്നാൽ എല്ലായിടത്തെ കാര്യവും കുറേശ്ശെയൊക്കെ ചെയ്ത് അവിടുത്തെ വിവരവും ഇവിടുത്തെ വിവരവും എല്ലാം അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞ്, യൂദായേക്കാൾ താണവരാദ്യം ചെയ്യും. അപ്പുറത്തെ വിവരവും ഇപ്പുറത്തെ വിവരവും ഒക്കെ അറിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് യൂദ. ആ സമയത്താണ് യേശു ക്രിസ്തു അന്തിമ പെസഹയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. മറക്കരുത്, ഈ ചിന്താഗതിയോടുകൂടെ, പൈശാചികമായ കാഴ്ചപ്പാടോടുകൂടെ ഇവൻ യേശുവിനോടുകൂടെ നടക്കുമ്പോൾ പോലും യേശുവിനോട് അടുത്തിരുന്നുവെന്ന കാരണത്താൽ തന്നിലൂടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനതിപ്പോഴും എടുത്തു പറയാറുള്ള കാര്യമാണ്. യേശു 12 ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് 5 അപ്പം 5000 പേർക്ക് വിളമ്പുമ്പോൾ വിളമ്പിയവരിൽ ഒരാളാണ് യൂദ. യേശു കടലിൻ്റെ മേൽ നടന്നു വരുമ്പോൾ പടക് തുഴഞ്ഞുകൊണ്ടിരുന്നവരിൽ ഒരുവനാണ് യൂദ. യേശു ലഗിയോനെ പറഞ്ഞു വിടുമ്പോൾ കൂടെ നിന്നവരിൽ ഒരുവനാണ് യൂദ. ഇതിനകത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യൂദായുടെ കൊട്ടയിലും അപ്പം വർദ്ധിച്ചതാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും അത്ഭുതം നടന്നതാ. യേശുവിനോട് പറ്റി നിന്നു. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തു ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തൻ ഒഴിച്ചാൽ ബാക്കിയുള്ളവർ ശുദ്ധിയുള്ളവരാ. ശുദ്ധിയില്ലാത്തവനായിരുന്നെങ്കിലും, അശുദ്ധ ചിന്ത തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും, അശുദ്ധ ബന്ധം തനിക്ക്
തനിക്കുണ്ടായിരുന്നെങ്കിലും, അശുദ്ധ പ്രകൃതി തനിക്കുണ്ടായിരുന്നെങ്കിലും യേശുവിനോട് ചേർന്ന് നിന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടും അത്ഭുതം നടന്നതാണ്. ഈ യൂദ അന്തിമ അത്താഴത്തിൽ ചെന്നിരുന്നു. ഇവൻ്റെ അകത്ത് ഈ ചിന്ത ഇങ്ങനെ ഉണ്ട്. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം ഇവൻ ഓർത്തത്, യേശുവിനെ മഹാപുരോഹിതന്മാർക്ക് വിറ്റ് കഴിഞ്ഞാൽ ഒരു 30 വെള്ളിക്കാശ് കിട്ടും. 30 വെള്ളിക്കാശിന് യേശുവിനെ വിറ്റാൽ, എൻ്റെ വിശ്വാസവും അനേക ദൈവദാസന്മാർ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്, യേശുവിനെ മഹാപുരോഹിതന്മാർക്ക് വിറ്റാൽ 30 വെള്ളിക്കാശ് കയ്യിൽ കിട്ടും. ഈ 30 വെള്ളിക്കാശ് വാങ്ങിച്ചത് കൊണ്ട് യേശുവിനെ കുരിശിക്കാനൊന്നും നോക്കത്തില്ല. യേശു ദൈവപുത്രനാ, താൻ രക്ഷപ്പെടും. താൻ രക്ഷപ്പെടുമ്പോൾ 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിൽ ഇരിക്കും. യേശുവിൻ്റെ വഴിക്കും പോവും. മഹാപുരോഹിതൻ ഒന്നുകൂടെ തോറ്റിരിക്കുമെന്ന് മാത്രം. അടുത്ത് നിന്ന് മഹാപുരോഹിതനെ ചതിക്കാൻ ഇവൻ തീരുമാനിച്ചു. ഇവൻ അടുത്ത് എന്ന് സന്ധ്യാലോചന പറഞ്ഞു. ഇവൻ ഭയങ്കരനായി. ഒരുപാട് തകരാറിവനുണ്ട്. ഹൃദയത്തിനകത്ത് പൈശാചിക ചിന്തകളുണ്ട്. സാത്താൻ അവൻ്റെ ഉള്ളിലില്ല, സാത്താൻ്റെ ചിന്തകളുണ്ട്. സാത്താൻ ഒരു വ്യക്തിയിൽ കയറുന്നതിന് മുന്നമേ തൻ്റെ ക്രിയകളോ ചിന്തകളോ ആളുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. യൂദയുടെ ഉള്ളിൽ പൈശാചിക ചിന്തകളുണ്ട്. ഈ ചിന്തകളുമായി ഇവൻ യേശുവിനെ സേവിക്കുക. അത്താഴത്തിനിരിക്കുമ്പോൾ 30 വെള്ളിക്കാശിൻ്റെ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ആ 30 വെള്ളിക്കാശിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ അവസരം അന്വേഷിച്ച് നടക്കുമ്പോൾ തേണ്ടേ യേശു അദ്ദേഹത്തോട് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തോളാൻ. എന്നിട്ട് ഒരു കഷണം അപ്പം മുറിച്ച് ചാറിൽ മുക്കി യൂദായുടെ കയ്യിലോട്ട് നീട്ടി. യൂദ അപ്പം വാങ്ങുകയും സാത്താൻ അവനിലേക്ക് കയറി. ഒരളവിൽ സാത്താൻ കയറിക്കൊള്ളുവാൻ കർത്താവ് അനുവദിച്ച് അവൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. ഈ അപ്പത്തോടുകൂടെ നിനക്ക് ഇതുകൂടി ഇരിക്കട്ടെ. ചിലർക്ക് ദൈവം ചില നന്മകൾ ചെയ്യുന്നത് അത് അവൻ നശിക്കാൻ വേണ്ടിയാണ്. കാരണം അവനിൽ ഉള്ളത് അതാ. ഇത്രയും 3.5 വർഷം കൊണ്ട് നടന്നിട്ടും ഇവൻ നേരെയാകുന്ന ലക്ഷണമില്ല. ഇനി നിനക്ക് ഇരിക്കട്ടെ. യേശു ഒരു കഷണം അപ്പം മുറിച്ച് ചാറിൽ മുക്കി യൂദായിക്ക് കൊടുത്തു. അപ്പം വാങ്ങിയതോടെ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു. ഇതുവരെയും സാത്താന്യമായി ചിന്തയുള്ളായിരുന്നു. സാത്താൻ അവൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളിൽ കടന്നു. അവൻ നേരെ എഴുന്നേറ്റ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, നമ്മുടെ എഗ്രിമെൻറ്റ് ഇന്ന് നടത്തുകയാണ്, വാ ഞാൻ കാണിച്ചു തരാം. യൂദ എഴുന്നേറ്റ് പോയ ശേഷം, പാനപാത്രവും കഴിഞ്ഞ ശേഷം, യേശു വീണ്ടും അപ്പമെടുത്തു എന്ന പദം ലൂക്കോസ് 22 കാണാം. പിന്നെ യേശു അപ്പമെടുത്തു. ആദ്യമേ അപ്പമെടുത്തു. ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ, ആദ്യമേ അപ്പമെടുത്തു, ശിഷ്യന്മാർക്ക് കൊടുത്തു. മത്തായിയുടെ സുവിശേഷത്തിൽ യൂദായിക്കും കൊടുത്തു. പാനപാത്രം എടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ അപ്പമെടുത്തു. ലൂക്കോസിൽ മാത്രമേ പിന്നെ അപ്പമെടുത്തു എന്ന ചരിത്രഭാഗം കിടപ്പുള്ളൂ. ഓരോ സുവിശേഷവും എഴുതുമ്പോൾ ഓരോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. യേശുവിൻ്റെ രാജ്യത്വത്തെ, തൻ്റെ രാജ്യത്വം, തൻ്റെ യഹൂദന്മാരുടെ രാജാവെന്ന ആശയം തെളിയിക്കേണ്ടതിനാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയത്. യേശുവിൻ്റെ ജീവചരിത്രം ഒന്ന് വ്യക്തമായി കാണിക്കുവാൻ ചരിത്ര സത്യങ്ങൾ കൊണ്ടുവരേണ്ടതിനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്. അതുകൊണ്ടാണ് ഈ ഭാഗവും അതിനകത്ത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകത്തക്കവണ്ണം വ്യക്തമായി എഴുതിയത്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് യേശു അനാദിയായവനും നിത്യതയിലെ ദൈവവും ദൈവപുത്രനുമാണ് എന്നുള്ളത് തെളിയിക്കാനാണ്. അതാത് വശങ്ങൾ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഓരോ സുവിശേഷകർ എഴുതി. ചരിത്രം തെളിയിക്കേണ്ടതിന് വേണ്ടി ചരിത്രപരമായി എഴുതി വന്ന ലൂക്കോസ് ഈ കാര്യം എടുത്തു ചേർത്തു. യേശു ആദ്യം അപ്പം കൊടുത്തു, വീഞ്ഞു കൊടുത്തു, പിന്നെ അപ്പമെടുത്തു. ഈ അപ്പം ഏത്? ഒരടുക്കപ്പം ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്നതിൽ നിന്ന് മശിഹയെ പ്രതിനിധീകരിക്കുന്ന ഊനമില്ലാത്ത മുകളിലത്തെ അപ്പം എടുത്ത് മാറ്റിവെച്ചത് ഒഴിച്ചാൽ ആ മേശമേൽ മറ്റൊരപ്പം വരുവാൻ സാധ്യതയില്ല. ബാക്കി അപ്പമെല്ലാം നുറുക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അപ്പമെടുത്തു എന്ന് പറഞ്ഞാൽ മശിഹയെ കുറിക്കുന്നതെന്ന് പറഞ്ഞ് യേശു എടുത്തു മാറ്റി വെച്ചിരുന്ന അപ്പം യേശു തൃക്കരങ്ങളിൽ എടുത്തേച്ച് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ ശരീരം. കഴിഞ്ഞ 100 വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇസ്രയേലിൻ്റെ ലക്ഷോപിലക്ഷം വീടുകളിൽ ആചരിച്ചു വന്നിരുന്ന എല്ലാ ഇടങ്ങളിലും മശിഹയെ കുറിക്കുന്ന എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്ന അപ്പം യേശു മാറ്റിവെക്കുകയും അതേ അപ്പം തൻ്റെ തൃക്കരം കൊണ്ട് പൊക്കിയെടുത്ത് യേശു ഒരു പ്രസ്താവന പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി ചെയ്തു വന്നത്, ലക്ഷോപിലക്ഷം വീടുകളിൽ ചെയ്തു വന്നത്. ദൈവം പണ്ട് വിവിധമായും അല്പാൽപമായും പ്രവാചകന്മാർ മുഖേന അല്പാൽപം വെളിപ്പെടുത്തിയതിൻ്റെ സമാഹാരം തേണ്ട നിൽക്കുന്നു. മശിഹയാകുന്നവൻ യേശു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായവൻ, പുളിപ്പില്ലാത്ത കോതമ്പപ്പം തൃക്കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരൊറ്റ പ്രസ്താവനയാണ്, ഇത് എൻ്റെ ശരീരം, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം.
നാം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ഭക്ഷിക്കുന്നവരാണ്. ഞാൻ ഇനി ഇച്ചിരൂടെ പുറകോട്ട് തിരിയട്ടെ. ഈ കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഇതേ പെസഹ ദിവസം അടുത്ത ഭവനങ്ങളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? അടുത്ത ഭവനങ്ങളിൽ മശിഹയ്ക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അപ്പത്തെ അവർ തീയിലിട്ട് ചുട്ടുകളയും. മശിഹയ്ക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അപ്പം പിന്നെ ആരും ഭക്ഷിക്കത്തില്ല, പിറ്റന്നാളത്തേക്ക് ശേഷിപ്പിക്കത്തുമില്ല. പെസഹയിൽ മിച്ചം വന്നതൊക്കെയും ആ രാത്രിയിൽ തന്നെ തീയിലിട്ട് ചുട്ടുകളയും. ദൈവകോപത്തിൻ്റെ പരമാവധിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡശരീരം വെന്ത് കരിയണമെന്നുള്ള ആ ദൈവത്തിൻ്റെ നിത്യനിയമത്തെ ആദിമകാലം മുതൽ കാണിക്കേണ്ടതിന് ന്യായപ്രമാണകാലം മുതൽ കൊടുത്തിരുന്ന പ്രമാണമാണ് മശിഹയെ ചിത്രീകരിച്ചുകൊണ്ട് മാറ്റിവെക്കുന്ന അപ്പം തീയിലിട്ട് ചുട്ടുകളയണം. എപ്പോൾ? രാത്രിയിൽ ചുട്ടുകളയണം. യേശുവിൻ്റെ മരണത്തെ ഒരു രാത്രിയോട് ഉപമിക്കാൻ താല്പര്യപ്പെടുന്നു. കാര്യം യേശു തന്നെ പറഞ്ഞു, ഇത് ഇരുട്ടിൻ്റെ ദിവസവും ഇരുട്ടിൻ്റെ സമയവും നിങ്ങളുടെ ദിവസവുമാണ്. ഇത് ഇരുട്ടിൻ്റെ സമയമാണ്. പിശാചിനെയാണ് ഇരുട്ടെന്നവിടെ ചിത്രീകരിച്ചത്, സാത്താന്യ പ്രവൃത്തിയെയാണ് ഇരുട്ടെന്നവിടെ ചിത്രീകരിച്ചത്. ഇത് ഇരുളിൻ്റെ സമയവും നിങ്ങളുടെ ദിവസവുമാകയാൽ നിങ്ങൾക്കിത് കഴിയും. മറക്കരുത്, ഇരുളിന് ഒരു സമയമുണ്ട്. എന്നും ആ ഇരുളിൻ്റെ സമയം നിൽക്കുകയില്ല. ഇരുളിൻ്റെ സമയത്ത് ഇരുൾ ചിലതെല്ലാം ചെയ്തെന്ന് വരും. ഇത് ഇരുളിൻ്റെ സമയമാണ് എന്ന് യേശു പറഞ്ഞു. വേറൊരു ഭാഷയിൽ ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ദൈവമായി ഇറങ്ങി വന്ന യേശു കാൽവറിയിൽ പൊലിഞ്ഞസ്തമിക്കുന്നതോടുകൂടെ ദീർഘമായൊരു രാത്രിയാണ്. ആ രാത്രി തുടങ്ങുന്നതിന് മുന്നമേ യേശുവും ശിഷ്യന്മാരുമായി ആ രാത്രിയുടെ വ്യഥ അനുഭവിക്കുകയാണ് എന്ന് യേശു എന്ന് പറഞ്ഞ ഒരാശയം ഇതിനകത്തുണ്ട്. ആ ഇരുൾ ആ രാത്രിയിൽ തന്നെ ചുടപ്പെടേണ്ടത്. സഭയുടെ ഇരുൾ തുടങ്ങുമ്പോൾ കർത്താവായ യേശു തന്നെ ചിത്രീകരിക്കുന്ന ആ അപ്പമെടുത്ത് തൻ്റെ കൈകൊണ്ട് വാഴ്ത്തി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. നാം അപ്പം വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, യേശു വാഴ്ത്തി നമുക്ക് തന്ന തൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് പകൽ നാം ഈ വൈകുന്ന സമയം നാം വാഴ്ത്തുവാൻ പോകുന്ന അപ്പം. നാളെ വീണ്ടും നമ്മളത് ചെയ്യും. നാം വാഴ്ത്തുവാൻ പോകുന്ന അപ്പം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ചിത്രീകരിക്കുന്നതും തൻ്റെ മുറിവുകളുടെ തൻ്റെ തകർച്ചയുടെ ഓർമ്മയുമാണ്. ആ അപ്പം വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു, പറഞ്ഞു, വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടുള്ളവരാകുവാൻ, അത് വാങ്ങി പങ്കിടുവാൻ, ആ പദം വലുതാ, അത് വാങ്ങി പങ്കിടുവാൻ. നമ്മിൽ ഒരാൾ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അത് കേവലം ഒരു വ്യക്തിയല്ല, ആ സഭ മുഴുവനും കഷ്ടം സഹിക്കുക. ഒരു ശരീരത്തിൻ്റെ ഒരവയവത്തിന് വേദനയുണ്ടെങ്കിൽ അടുത്ത അവയവങ്ങൾ വേദന പങ്കിടുന്നത് പോലെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ദുഃഖമോ കഷ്ടമോ നാം പങ്കിടുകയാണ്. യേശു പറഞ്ഞു, വാങ്ങി പങ്കിട്ടുകൊള്ളുക. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ്, വാങ്ങി പങ്കിട്ടുകൊള്ളുക. ചില ആളുകൾ വിശ്വസിക്കുന്നത് നാം ഈ അപ്പം വാഴ്ത്തുന്നതോടുകൂടെ അപ്പത്തിൻ്റെ രൂപം മാറി അത് ക്രിസ്തുവിൻ്റെ മാംസമായി ശരീരത്തിൻ്റെ രക്തമായി ഒക്കെ മാറുമെന്ന. ഇല്ല, ഇത് ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയാകുന്നുള്ളൂ. ഇതിനകത്ത് വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. പകരം ഇതിനകത്തൊരു ഓർമ്മയാണ് നാം കൊണ്ടാടുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ ഒരളവിൽ കൊണ്ടാടുന്നതാണിത്. യേശു അപ്പം മാറ്റിവെച്ചിരുന്ന അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. യേശുവിനെ വേറെ ആരും നുറുക്കുകയായിരുന്നില്ല, താൻ തന്നെ നുറുക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. യേശുവിനെ ആരും കൊന്നതല്ല, യേശു സ്വയം മരണത്തിന് വിട്ടുകൊടുത്തതാ. യേശുവിനെ ആരും ഉപദ്രവിച്ചതല്ല, താൻ സ്വയം ഉപദ്രവത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാ. താൻ ഏൽപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ ഉപദ്രവത്തിന് ഹേതുവാകുവാൻ ചിലരെ മുഖാന്തിരമാക്കി യേശു അംഗീകരിച്ചു അഥവാ അനുവദിച്ചു എന്ന് മാത്രം. യേശു പീലാത്തോസിനോട് പറയുന്നൊരു വാചകമുണ്ട്. പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രനാണോ? യേശു പീലാത്തോസിനോട് പറഞ്ഞു, മഹാപുരോഹിതൻ യേശുവിനോട് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ പുത്രൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവോ? മഹാപുരോഹിതനോട് യേശു പറഞ്ഞു, അതെ, ഞാൻ ആകുന്നു. അതുവരെ ചോദിച്ച സകലരോട് മൗനമാചരിച്ചവനായ യേശു മഹാപുരോഹിതനോട് ഒരു കാര്യത്തിന് കൊണ്ട് ഒരു കാര്യം തെളിയിക്കേണ്ടതിന് പറഞ്ഞു കൊടുത്തു, ഞാനാകുന്നു. ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല, മറുഭാഗം ആദ്യം തൊടട്ടെ. പീലാത്തോസ് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, നിന്നെ കൊല്ലുവാനും വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ? പീലാത്തോസിന്റെ ചോദ്യം അധികാരത്തെക്കുറിച്ചാണ്. പീലാത്തോസ് യേശു മിണ്ടാതെ നിൽക്കുക. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നിന്നെ മരണത്തിന് വിധിക്കുവാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയാമോ? യേശു നേരെ തിരിഞ്ഞ് പീലാത്തോസിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒരധികാരവും ഇല്ല. നിന്നെ ഒരധികാരം എൻ്റെ പിതാവ് ഏൽപ്പിച്ചിരിക്കുക, എന്നെ കുരിശിക്കുവാൻ നിനക്കൊരധികാരമുണ്ട്.
അത് നീ ഉപയോഗിച്ചോണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചിലരുടെ അഭിഷേകം നന്മയ്ക്ക, ചിലരുടെ അഭിഷേകം തിന്മയ്ക്ക. അഭിഷേകം എന്ന പദത്തിൻ്റെ അർത്ഥം അധികാരമെന്ന. എൻ്റെ പിതാവ് നിന്നെയും അഭിഷേകം ചെയ്തിരിക്കുക നിത്യനാശം വലിച്ചു വെക്കുവാൻ, ലോകത്തിൻ്റെ നാശം വലിച്ചു വെക്കുവാൻ, എന്നെ കുരിശിക്കുവാൻ, വിധിക്കുവാൻ നിനക്കൊരധികാരമുണ്ട്, നീ അത് ചെയ്യും. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞ ഒരു പദമുണ്ട്. യേശുക്രിസ്തുവിനെ വിടുവിച്ചയക്കുവാൻ പീലാത്തോസ് അങ്ങേയറ്റം ശ്രമിച്ചു. കാര്യം പീലാത്തോസിനറിയാം ഇദ്ദേഹം കുറ്റക്കാരനല്ല, ഇവൻ നീതിമാനാണ്. പീലാത്തോസിന് നന്നായി അറിയാം, അതുകൊണ്ട് ഇവനെ വിട്ടയക്കണം. എന്നാൽ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും ഒരുമിച്ച് ജനത്തോട് ചേർന്ന് ആരവാരം മുഴക്കി യേശുവിനെയും കൊണ്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചുമ്മാതങ്ങ് വിടാനൊക്കത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കി വിടുവാൻ വേണ്ടി അതിന് പീലാത്തോസ് ശ്രമിച്ചു. അങ്ങേയറ്റം ശ്രമിക്കുമ്പോഴാണ് യേശു തിരിച്ച് പീലാത്തോസിനോട് ചോദിക്കുന്നത്, എന്താടാ പീലാത്തോസ്, നീ എന്നെ വിടാൻ വരിക? എടാ, ചാകാൻ വേണ്ടിയാണ് ഞാനീ വന്നിരിക്കുന്നത്, മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കുവാൻ, നിന്റെ വിധിയും നടത്തുവാൻ. കാര്യം നിന്റെ വാ കൊണ്ട് വേണം കുരിശിക്കാൻ തന്നിരിക്കുന്നു എന്ന് വിധിക്കുവാൻ. പേപ്പർ നീ സൈൻ ചെയ്യേണ്ടത്, നിന്റെ കൈകൊണ്ടാണ് ഈ അധികാരം വരേണ്ടത്. അതിൻ്റെ ശിക്ഷ നിന്റെ മേലും വരണം, നിന്റെ ഗവൺമെൻറ്റിൻ്റെ മേലും വരണം, ഇതിന് വഴിയൊരുക്കവരുടെ മേലും വരണം. പക്ഷേ മനുഷ്യപുത്രൻ എന്തിനു വേണ്ടി വന്നത് നിർവഹിക്കുന്നു. നീ എന്നെ വിടാനാ പരിപാടി? നിനക്കെന്നെ വിടാൻ പറ്റത്തില്ല. നിനക്കൊരധികാരമുണ്ട്, എൻ്റെ പിതാവ് തന്ന ഒരു അഭിഷേകമാണ്, അത് നിന്റെ ദോഷത്തിന് വേണ്ടി നീ ഉപയോഗിച്ചേ മതിയാകൂ. എല്ലാവരുടെയും അഭിഷേകം ഒരുപോലെ നന്മയ്ക്കായി വരത്തില്ല, ചിലതിൻ്റെ അഭിഷേകം തിന്മയ്ക്കാകും. യൂദായിക്കും ഒരു അഭിഷേകമുണ്ട്, പീലാത്തോസിനും ഒരു അഭിഷേകമുണ്ട്. അവരവർ ആത്മാഭിഷേകമെന്നല്ല ഞാൻ പറഞ്ഞത്, അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരമെന്ന. പരിശുദ്ധാത്മാഭിഷേകമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവരുടെ എല്ലാം മേളിൽ ഓരോ അധികാരങ്ങളുണ്ട്. അവരധികാരം ദുർവിനിയോഗം ചെയ്തു. റൈറ്റ്. അപ്പം യേശു വാഴ്ത്തിക്കൊടുത്തതിനെ ഓർത്താൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ മുഴുവനും മനസ്സിലാകും. താൻ തന്നെ ദൈവകോപത്തിൻ്റെ തീയിൽ വെന്തെരിഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയ പങ്കപ്പാടുകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഓർമ്മയാണ് താൻ തന്നെ നുറുക്കിത്തന്ന തൻ്റെ ശരീരം. താൻ ഇങ്ങനെ പറഞ്ഞു, വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുള്ളവരാകുവോളം സന്തോഷിക്കുവാൻ ദൈവസഭയോട് ആവശ്യപ്പെട്ടു. ദൈവസഭയുടെ ഭാരങ്ങൾ അന്യോന്യം ചുമക്കുന്നവരാകുവാൻ നാം വാങ്ങി പങ്കിട്ടുകൊള്ളുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു. വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. അവർ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, അത്താഴത്തിൻ്റെ ഭാഗമായിട്ടല്ല, അത് കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. ഏതായിരിക്കും ഈ പാനപാത്രം? ആ വീഞ്ഞിൻ്റെ വലിയ പാത്രത്തിൽ നിന്ന് അല്പം പകർന്നു വെച്ചിരിക്കുന്ന ആ ചെറിയ പാനപാത്രവും എടുത്തു. അന്ന് രാത്രിയിൽ തീയിൽ ഒഴിച്ചു കളയേണ്ട ആ വീഞ്ഞിൻ്റെ ഭാഗം യേശു ശിഷ്യന്മാർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഒരു നിയമം ഞാൻ മാറ്റിക്കുറിക്കുക. ഒരു നിയമം മാറ്റിക്കുറിക്കുവാൻ, ഒരു ഇറ മാറ്റിയെടുക്കുവാൻ സെഹിയോൻ മാളികയുടെ മുകളിലുള്ള ആ ചുരുക്കം 13 പേരുള്ള 12 പേരുള്ള ആ കൊച്ചു ഗ്രൂപ്പിൽ എൻ്റെ യേശു ആ കാര്യം തീരുമാനിച്ചു. ഒരു ഇറ, ഒരു സാഹചര്യം, ഒരു കാലഘട്ടം യേശു മാറ്റിക്കുറിച്ചു. പഴയ നിയമം കഴിഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുക. ഒരു പദം കൂടെ പറഞ്ഞു, ദൈവരാജ്യത്തിൽ നിങ്ങളോടൊപ്പം പന്തിക്കിരിക്കുവോളം, പുതുതായി പന്തിക്കിരിക്കുവോളം മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുന്നതല്ല. യേശുവിൻ്റെ കാൽവറിയിൽ കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് യേശുവിന് കുടിക്കാൻ കൊടുത്തു. ഇതേ ഭൂമിയിൽ തന്നെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇനിയും കുടിക്കുന്നതല്ല എന്നുവരെ, നിത്യതയിൽ മധ്യാകാശത്തിൽ പന്തിക്കിരിക്കുന്നത് വരെ എന്ന് പ്രഖ്യാപിച്ച യേശുവിനെ കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് ക്രൂശന്മേൽ കുടിക്കാൻ കൊടുത്തു. ബൈബിൾ പറയുന്നു, താൻ രുചിച്ചു നോക്കിയാറേ മനസ്സ് വന്നില്ല, കുടിച്ചില്ല. യേശു പറഞ്ഞാൽ പറഞ്ഞതാ. ഞാൻ കുടിക്കയില്ല എന്ന് പറഞ്ഞു, യേശു കുടിച്ചില്ല. യേശു ആ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ പിന്തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ അപ്പമെടുത്ത് വാഴ്ത്തുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മയാണ്. ഒന്ന്, കഷ്ട അനുഭവങ്ങളുടെ ഓർമ്മയാണ്. നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ദൈവകുഞ്ഞാണ്. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഗുഡ് ഫ്രൈഡേയോട് ചേർന്ന് റോൺ ചാൾസ് എന്ന കർത്താവിൻ്റെ ദാസൻ ബഥേലിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് സെഷനിലായിരിക്കും അന്ന് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം, കാൽവറി, അന്നത്തെ ക്രൂശീകരണത്തിൻ്റെ സമ്പ്രദായങ്ങൾ, ആ കഷ്ടാനുഭവങ്ങളുടെ ഗൗരവം എന്നിവ, എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് വിശദീകരിച്ച് ഞാൻ കേട്ടിട്ടുള്ള മനുഷ്യൻ റോൺ ചാൾസാണ്. അദ്ദേഹം തന്നെ വരുന്നുണ്ട്.
കർത്താവ് വരാൻ താമസിച്ചാൽ അത്രയും നാൾ നമുക്ക് ആരോഗ്യവും സാഹചര്യങ്ങളും ഇതുപോലെ ആയിരുന്നാൽ കഴിവുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അദ്ദേഹം തന്നെ വിശദീകരിക്കും. ക്രൂശീകരണത്തിൻ്റെ പ്രോസസ്സ്, കഷ്ടാനുഭവങ്ങളുടെ പ്രോസസ്സ് അദ്ദേഹം തന്നെ വിശദീകരിക്കും. അതിനാണ് അദ്ദേഹം വരാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. യേശു അനുഭവിച്ച കഷ്ടങ്ങളുടെ ഓർമ്മ ഒന്നയവിറക്കുക. വിശുദ്ധ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പങ്കിടുമ്പോൾ പൗലോസ് പറഞ്ഞൊരു വാചകമാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് തൻ്റെ സഭയം ശരീരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഒരു ഭയങ്കര ആശയമാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. അത് സഭയാകുന്ന തൻ്റെ ശരീരത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. ഭാരമുള്ളതും കടുപ്പമായതും യേശു വഹിച്ചു. നിസ്സാരമായതും നമ്മെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതുമായ ചിലത് നാം സഹിക്കുവാൻ യേശു നമുക്കത് വിട്ടുതന്നു. യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നാമും കൂടെ ചേർന്നെങ്കിലേ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ. എനിക്കും നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം തരുവാൻ തൻ്റെ കഷ്ടതയിൽ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി നമ്മളും കഷ്ടം സഹിച്ചുകൊള്ളുവാൻ കർത്താവ് നമുക്കൊരവസരം തന്നു. വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരെയും തൻ്റെ ഓർമ്മയ്ക്കായി നാം ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ വരുവോളം ഇത് തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 2, യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് മുഖേന എൻ്റെ മരണം നീങ്ങിപ്പോയതിനെ പ്രസ്താവിക്കുന്നു. ക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതൽ, ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ അനുകരിക്കുന്ന ദൈവ പൈതൽ, അവരുടെ ആത്മമരണം മാറിപ്പോയി. അതാണിത് പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൽ എനിക്കൊരു ജീവൻ സിദ്ധിച്ചു. എൻ്റെ ജീവൻ ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. താൻ മരിച്ചത് എനിക്ക് നിത്യജീവൻ തരേണ്ടതിനായിരുന്നു. എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് ഇത് പ്രസ്താവിക്കുന്നത്. ഇനിയും ഓർമ്മ എന്ന പദത്തിൻ്റെ 2ാം വശത്തേക്ക് ഞാൻ മാറട്ടെ. കർത്താവ് യേശു ക്രിസ്തു ഒരു കാര്യം, ഒരു വാഗ്ദത്തം തന്നു. മധ്യാകാശത്തിൽ ഇനിയും നമ്മൾ ഒരുമിച്ച് പന്തിക്കിരിക്കും. അന്ന് പന്തിക്കിരിക്കുന്ന ഓർമ്മ ഇന്ന് നമുക്കുണ്ടാകണം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഇത്രയും പേര് മാത്രം ഒരുമിച്ചിരുന്ന് ഈ മേശയിൽ പങ്കെടുക്കുമെങ്കിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ, അല്ല, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കോടി വിശുദ്ധന്മാർ, പഴയ വിശുദ്ധന്മാരില്ലെന്നല്ല ഞാൻ പറഞ്ഞ്, ഉണ്ടായിരിക്കാം. എന്നാൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ഒരുമിച്ച് മധ്യാകാശത്തിൽ കൂടി അന്ന് ഒരിക്കൽ ഈ ശുശ്രൂഷ നടക്കും. ഒരു പാട്ടുകാരൻ ഒരിക്കൽ പാടിയായിരുന്നു, മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്ത ഒരാനന്ദം സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിൽ ഇത്രയും ആനന്ദമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രമാത്രമായിരിക്കും. ഇന്ന് ചുരുക്കമായി നാം ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ തിരുമേശ എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും ആനന്ദവുമല്ല, കോടികൾ ഒരുമിച്ച് മധ്യാകാശത്തിൽ കൂടി തേജസ്സിൽ യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ നിന്ന് ഈ തിരുമേശ നാം വാങ്ങി അനുഭവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ഓർമ്മ വരുന്നു. ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് പകൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്കിവിടെ പദവി തരുന്നുവെങ്കിൽ, ഇടയ ശ്രേഷ്ഠനായ കർത്താവ് വെളിപ്പെടുമ്പോൾ തൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഇത് വാങ്ങി പങ്കിടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമല്ലോ. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ തൻ്റെ പ്രത്യക്ഷതയുടെ മഹത്വത്തിൽ മധ്യാകാശത്തിൽ നമ്മെ ഒരുമിച്ച് പന്തിക്കിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളിത് എടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്ന ദൈവ പൈതലെ, മധ്യാകാശത്തിൽ പന്തിക്കിരിക്കുവാൻ നാം കാണുമോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് കൊള്ളാം. അതോ യൂദ പോയ പോലെ പോകുമോ? ഓർക്കണേ, യൂദ തിരുമേശയിൽ പങ്കെടുത്തിട്ടില്ല. യൂദ പെസഹായിൽ പങ്കെടുത്തു. പെസഹായുടെ അപ്പം ഭക്ഷിക്കുവാൻ യൂദ ഉണ്ടായിരുന്നു. ആ അപ്പം തിന്നുന്നതിൻ്റെ ഇടയിൽ, അതായത് തിരുമേശയ്ക്ക് വേണ്ടി യേശു മാറ്റിവെച്ച, മശിഹയെ ചിത്രീകരിക്കുന്ന അപ്പം മാറ്റിവെച്ച ശേഷം പെസഹയുടെ ആചരണത്തിൽ യൂദായിക്ക് പങ്കുണ്ടായിരുന്നു. അവിടെ കൊണ്ട് യൂദ തീർന്നു. യേശു അവനെ അപ്പക്കഷണം കൊടുത്ത് പറഞ്ഞയച്ചേച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 11 പേർക്ക് വേണ്ടി മാത്രം തിരുമേശ നടത്തി. ഈ ഓപ്പൺ കമ്മ്യൂണിയൻ എന്നൊരാശയമുണ്ട്. അതായത് ആർക്ക് വേണമെങ്കിൽ കർത്തൃമേശ എടുക്കാം. കർത്തൃമേശ കൊടുക്കുകയല്ല, കർത്തൃമേശ എടുക്കുക. അതാണ് ആ ആശയത്തിൻ്റെ ബേസ്. കർത്തൃമേശ കൊടുക്കുകയല്ല, കർത്തൃമേശ എടുക്കുക. എനിബഡി വാണ്ട്, ആർക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, സ്വന്തം ശരീരങ്ങളെ വിവേചിക്കാതെ എടുത്താൽ അവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി കൊടുക്കുകയല്ല, എടുക്കുക. തനിക്ക് തന്നെ ശിക്ഷാവിധി എടുക്കുക, തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവ പൈതലെ, ശരീരങ്ങളെ
ജീവിതത്തെ വിശുദ്ധിയോടെ ദൈവ മാനദണ്ഡത്തിൽ സൂക്ഷിച്ച്, യൂദാ സൂക്ഷിച്ചതുപോലെയല്ല, ദൈവിക മാനദണ്ഡത്തിൽ സൂക്ഷിച്ച് യേശുവിനോടുകൂടെ പങ്കെടുക്കുവാൻ ദൈവം നമ്മെ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ നമ്മെ ഒന്നുകൂടെ ശോധന ചെയ്ത് നമുക്ക് ഈ വിശുദ്ധ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞൊരു സെപ്പറേറ്റ് മെസ്സേജ് ഇന്നത്തേക്ക് എടുക്കാതെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുകയും അതേസമയം ആ തിരുമേശയെ കുറിക്കുന്ന ഒരു വേദഭാഗം പതിവുള്ളതല്ല. വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ ഇതുപോലെ എടുക്കാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് അയവിറക്കിക്കൊണ്ട് ആ മേശയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരികയാണ്. ഒന്ന്, യേശുവിൻ്റെ മരണത്തെ ഇത് ചിത്രീകരിക്കുന്നു, കഷ്ടാനുഭവത്തെ ഇത് ചിത്രീകരിക്കുന്നു. രണ്ട്, വരുവാനുള്ള മധ്യാകാശത്തിലെ ആ വിരുന്നിനെ ഇത് ചിത്രീകരിക്കുന്നു, അതിൻ്റെ ഓർമ്മ നമുക്ക് തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ യേശുവിൻ്റെ വകയാണെന്ന് പറയുവാൻ കർത്താവ് കൃപ തരട്ടെ. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കൊരിന്ത്യർ ലേഖനം ഇതിനെക്കുറിച്ച് പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അപ്പം, നാം അനുഗ്രഹിക്കുന്ന പാനപാത്രം, നാം നുറുക്കുന്ന അനുഗ്രഹിക്കുന്ന അപ്പം, നാം അനുഗ്രഹിക്കുന്ന പാനപാത്രം എന്ന് പറഞ്ഞാൽ ഈ അപ്പവും ഈ പാനപാത്രവും അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് അനുഗ്രഹിക്കുന്നതാണ്. ഇന്ന് പകൽ ഇതാർക്കെങ്കിലും ലഭിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടണം. യോഗ്യമായി ഇതിൽ നിന്ന് പങ്കെടുത്താൽ അവർ അനുഗ്രഹിക്കപ്പെടണം. അയോഗ്യമായി പങ്കെടുത്താൽ അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നിവിടെ ഉള്ളതിനാൽ യോഗ്യമായി ഇതിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അടുത്ത തിരുമേശ നാളെ പകൽ ഇവിടെ വെച്ചുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഫ്യൂ അവേഴ്സ്, 10-14 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ കാണും. യേശുവിൻ്റെ മടങ്ങിവരവ് താമസിച്ചില്ലെങ്കിൽ, വേഗത്തിൽ നടന്നാൽ അതിനു മുമ്പേ മധ്യാകാശത്തിൽ നാം ചേർക്കപ്പെട്ടു എന്ന് വരും. അവിടെ വെച്ച് ഒരു വലിയ തിരുമേശ ഉണ്ടായിരിക്കും. ഇവിടെ വെച്ച് സ്വയം ശോധന ചെയ്ത് മാത്രമേ എടുക്കാവൂ. അവിടെ ചെന്നിട്ട് ഒന്നും സ്വയം ശോധന ചെയ്യാനില്ല. അവനവൻ്റെ പ്രവൃത്തി സ്വയം ഇഞ്ഞ് വെളിപ്പെട്ടുള്ളൂ. അത് ലഭിച്ചവർ മാത്രമേ അവിടെ കൂടത്തുള്ളൂ. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും സഭാ കെട്ടിടങ്ങൾ ഇവിടെ തുടരും, സഭാവിശ്വാസികൾ ഇവിടെ തുടരും. യേശുവിൻ്റെ സാന്നിധ്യം കാണത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവില്ലെങ്കിലും മറുഭാഷ ഉണ്ടായിരിക്കും. കർത്തൃമേശകൾ തുടരും. ഇതെല്ലാം വ്യാജമായിരിക്കുമെന്ന് മാത്രം. യാഥാർത്ഥ്യമായി ഇത് മാറ്റപ്പെട്ടാൽ വ്യാജമായി ഇത് തുടരും. ഇന്ന് കോതമ്പും കളയും ഒരുമിച്ച് വളരുന്ന കാലം. കർത്താവേ, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ടതിന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് ഓരോരുത്തർക്ക് ദൈവത്തോട് പറയാം. അപ്പുറത്തൊരു കള ഉള്ളതുകൊണ്ട് കോതമ്പിൻ്റെ മേന്മ മാറത്തില്ല. ഇപ്പുറത്തൊരു കളിപ്പീര് നടന്നതുകൊണ്ട് നല്ലവൻ്റെ മേന്മ മാറത്തില്ല. സാധാരണ മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കാറുണ്ട്, കള്ളനാണയങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല നാണയത്തിൻ്റെ വില കുറയത്തില്ല. നല്ല നാണയങ്ങൾക്ക് തട്ട് കിട്ടിയേക്കാം. അപ്പറയുന്ന മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. 100 രൂപയുടെ കള്ളനോട്ടുള്ളപ്പോൾ, 500 രൂപയുടെ കള്ളനോട്ടുള്ളപ്പോൾ നല്ല നോട്ട് കൊണ്ട് കൊടുത്താലും ഒന്ന് നോക്കിയെടുക്കും, ഇതത് തന്നെയാണോന്ന്. ചുളുക്കി മടക്കി തെന്നിച്ച് ലൈറ്റിന് നേരെ പിടിച്ച് കള്ളനാണയം കണ്ടുപിടിക്കാൻ നോക്കുന്ന പോലെ തന്നെ ചെക്ക് ചെയ്യും നല്ല നാണയത്തെ. അത് നല്ല നാണയത്തിൻ്റെ വില കുറയ്ക്കത്തില്ല, അതിൻ്റെ മാറ്റു കൂട്ടത്തേ ഉള്ളൂ. കള്ളനാണയം ഇല്ലായിരുന്നെങ്കിൽ നല്ല നാണയം എന്നൊരു പേര് കിട്ടത്തില്ലായിരുന്നു. നല്ല നാണയം എന്ന് പേര് വരാൻ കാര്യം കള്ളനാണയം ഉള്ളതാണ്. ഇന്ന് നാം ശോധന ചെയ്യപ്പെട്ടേക്കാം. കള്ളനാണയങ്ങൾ ഉള്ള കാരണത്താൽ നല്ല നാണയങ്ങൾക്ക് തട്ടുകിട്ടിയേക്കാം, ശോധന ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ തള്ളപ്പെടുകയില്ല. കാര്യം നാം ദൈവത്തിൻ്റെ വകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വകയായി വന്നവർ അവരവരുടെ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്ത് നമുക്കിതിൽ നിന്ന് പങ്കെടുക്കാം. ഈ ഓപ്പൺ കമ്മ്യൂണിയനിൽ വരുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കണമെന്നില്ല, സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിക്കണമെന്നില്ല. ആർക്കൊക്കെ പ്രാഗൽഭ്യമുണ്ടോ, ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ ആകാം. ഇറ്റ്സ് എ ഫെലോഷിപ്പ്, ഇറ്റ്സ് എ കമ്പനി. പക്ഷേ നമ്മൾ എടുക്കുന്ന അതല്ല. യൂദായെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടേച്ച് കാലുകൾ കഴുകിയവർക്ക് മാത്രം യേശു തമ്പുരാൻ്റെ കൈ കൊണ്ട് കൊടുത്ത മാന്യതയേറിയ ശുശ്രൂഷ. യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരൊക്കെയും യാഗപീഠത്തിൻ്റെ അംശികളെന്ന് പറയുന്നത് പോലെ നാം വാഴ്ത്തുന്ന നുറുക്കുന്ന ഏകയപ്പത്തിൻ്റെ പങ്കാളികളായവർ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായവർ, പരസ്പരം ബന്ധപ്പെട്ടവരും കൂട്ടായ്മ പാലിക്കുന്നവരുമാണ്. അല്ലാത്തവർ ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് കാണുകയില്ല എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മാന്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ മൈക്രോഫോൺ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ അടിയങ്ങളെ ഈ മാന്യതയേറിയ ശുശ്രൂഷയിലേക്ക് നടത്തുന്ന ദൈവകൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. അടിയങ്ങളെ ഒന്നുകൂടെ കഴുകുവാൻ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മണ്ണിലൂടെ നടന്ന ഞങ്ങൾ കാലുകളിൽ പൊടിയുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ട് യേശുവേ, ഒന്നുകൂടെ അടിയനെ കഴുകണമേ, എൻ്റെ കൂട്ടു സഹോദരങ്ങളെ കഴുകണേ.
അടിയങ്ങൾ ഒരുമിച്ച് ആ ധന്യനായ ദൈവത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ ഓർമ്മയായ, ഞങ്ങളുടെ ഭാവി വാഗ്ദത്തത്തിൻ്റെ ഓർമ്മയായ ഈ മഹനീയ ശുശ്രൂഷ ആചരിക്കുമ്പോൾ അവിടുത്തെ ബലത്തിൻ്റെ കരം കൂടിയിരിക്കണേ, കൃപയുടെ കയ്യ് കൂടിയിരിക്കണേ, മഹത്വം അങ്ങെടുക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് എന്നോട് ചേർന്ന്